ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റോറിബിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിൻ്റെ പേര് സ്റ്റോറിബിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. കിടിലൻ ആപ്പാണ്, പൊളിയാണ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോഴത്തേനും മേളിൽ സ്റ്റോറിബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംഭവം കാണും. അതൊന്ന് ക്ലിക്ക് ആക്കുക. അതിനുശേഷം വരുന്നത് ഇതേപോലെ ഒരു ആഡ്സ് വരുന്നതായിരിക്കും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ആഡ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആ ഒരു ആഡ്സ് കഴിഞ്ഞിട്ട് വരുന്നത്. നമുക്ക് ഏത് വീഡിയോസ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിനുള്ള ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വീഡിയോസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ബാക്കി ബാലൻസ് വീഡിയോസും അതിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒത്തിരി കാലത്തിന് ശേഷമാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും നമ്മുടെ ചാനൽ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടെംപ്ലേറ്റ് ആണ്. അപ്പം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് കൂടിയാണ് ഇത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം താഴെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഗാലറി ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഗാലറിയിൽ നമുക്ക് നമ്മുടെ മമ്മൂക്കയുടെ ഫോട്ടോ ആണ് ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്ന ടെംപ്ലേറ്റിന് 10 ഫോട്ടോസേ മിനിമം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഓരോ ടെംപ്ലേറ്റിനും ഇത്ര ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പെൻസിലിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഐക്കൺ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോഴത്തേന് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് സോങ്സ് ഓൾറെഡി കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണത്തിന് സോങ്സ് വേണമെങ്കിൽ മാറ്റാം. അതിലുള്ള ഐക്കണാണ് അവിടെ. നമുക്ക് ചേഞ്ച് മ്യൂസിക് കൊടുത്താൽ നമ്മുടെ ഗാലറിയിലുള്ള സോങ്സ് വരും. റിമൂവ് മ്യൂസിക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മ്യൂസിക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് തരുന്ന മ്യൂസിക് നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. മെയിൻലി റിമൂവ് ആക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ചിലപ്പം മ്യൂസിക് റിമൂവ് ആക്കിയിട്ടായിരിക്കും നമ്മൾ സേവ് ആക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്തത് ഇവിടെ നമ്മുടെ എസ് എന്ന വാട്ടർമാർക്ക്, സ്റ്റോറിബിറ്റിൻ്റെ വാട്ടർമാർക്ക് ഉണ്ട്. അത് നമുക്ക് റിമൂവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇത്ര സെക്കൻഡ് വീഡിയോ കാണുമ്പോഴത്തേന് ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ആക്കി കിട്ടുന്നതാവും. ഇനി അടുത്തത് സേവ് ആക്കുക. സേവ് ആക്കുമ്പോഴത്തേനും അവിടെ ഒരു ചെറിയൊരു ആഡ്സ് വരുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് കണ്ടു കഴിയുമ്പോഴത്തേനും അവർ ആ ഒരു വീഡിയോ സേവായി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അധികം താമസിക്കാതെ തന്നെ അടുത്തടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്സിൽ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും.